1960 ഓഗസ്റ്റ് 31 ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സാധാരണ ഷിയ കുടുംബത്തിൽ ജനിച്ച ഹസൻ നസ്രുള്ള 1982 ഇസ്രയേലി ലെബനൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ രൂപീകരിച്ച ഹിസ്ബുള്ളയുടെ തലവനായി മാറി. കഴിഞ്ഞ ദിവസം ഇസ്രയേലിയൻ ആയുധങ്ങൾക്ക് മുൻപിൽ ഇരയായി മാറുകയും ചെയ്തു. ഹിസ്ബുള്ള എന്ന സംഘടനയെ വളർത്തിയെടുത്ത് കൂടുതൽ ആർജവമുള്ളതാക്കി മാറ്റിയ വ്യക്തി. ഹമാസിനെ തകർക്കുന്നത് പോലെ പൊടുന്നനെ ഹിസ്ബുള്ളയെ തകർക്കാൻ സാധിക്കില്ല എന്ന് ഇസ്രയേലിന് പോലും അറിയാമായിരുന്നു. അത്രയും കരുത്തറ്റ ഒരു സംഘടനയാക്കി മാറ്റാൻ ഹസൻ നസ്രുള്ളയ്ക്ക് സാധിച്ചു. ആരായിരുന്നു ഹസൻ നസ്രുള്ള? വിശദമാക്കാം ടോക്ക് സ്പേസിലൂടെ. ഞാൻ സ്വാതിശ്രീ കേസ്. ലെറ്റ് us talk about everything. Welcome back to Talk Space. ഇസ്രയേലിന്റെ കണ്ണിലെ കരടായി മാറിയ വ്യക്തി. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ പലവട്ടം ഇസ്രയേലിൻ ഹസൻ നസ്രുള്ളയെ കൊല്ലാൻ ശ്രമിച്ചിട്ടും തലനാരിഴയ്ക്കായിരുന്നു രക്ഷപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്രുള്ള പരലോകം കൊണ്ടു. പക്ഷേ നസ്രുള്ള മരണപ്പെട്ടു എന്നുള്ളതിന് വ്യക്തമായൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ലായിരുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും യാതൊരു അറിയിപ്പും ലഭിക്കാത്തതിനാൽ മരണം സ്ഥിരീകരിച്ചതായി നമുക്ക് അനുമാനിക്കാം. ഇസ്രയേലിന് പോലും കരടായി മാറിയ ഹസൻ നസ്രുള്ള ആരായിരുന്നു യഥാർത്ഥത്തിൽ? 1960 ലെബനോണിലെ ബാസുരിയയിൽ ദരിദ്ര കുടുംബത്തിൽ ആണ് ഹസൻ നസ്രുള്ള ജനിക്കുന്നത്. എന്നാൽ ഹസന്റെ ജനനത്തോട് ആ ഒരു കുടുംബം കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ദാരിദ്ര്യം അങ്ങേയറ്റം എത്തിയപ്പോഴാണ് ജോലി തേടി ആ കുടുംബം ബെയ്റൂട്ടിലേക്ക് കുടിയേറുന്നത്. ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽപ്പനക്കാരനായിരുന്നു നസ്രുള്ളയുടെ പിതാവ്. പിതാവിന്റെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ആ കുടുംബം പട്ടിണിയിൽ നിന്നും കരകയറാൻ തുടങ്ങിയത് തന്നെ. ഹസൻ നസ്രുള്ളയും തന്റെ പിതാവിനെ ബാല്യകാലം മുതലേ തന്നെ കച്ചവടത്തിൽ സഹായിച്ചു തുടങ്ങിയിരുന്നു. നല്ല രീതിയിൽ സന്തുഷ്ടമായി കഴിഞ്ഞു വരവെയാണ് അവിടെ ലെബനനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ ആ ഒരു യുദ്ധം അവരെ വീണ്ടും അവരുടെ ജന്മനാടായ ബാസുരിയയിലേക്ക് കൊണ്ടുപോയി. അവിടെ തുടർന്ന് പോരുമ്പോഴാണ് മൂസ അൽ സദർ സ്ഥാപിച്ച അമൽ പ്രസ്ഥാനത്തിൽ ഹസൻ നസ്രുള്ള ചേരുന്നത്. ലെബനാനിലെ ഷിയ കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ അമൽ മൂവ്മെന്റ്. ഇതിലൂടെയാണ് ഹസൻ നസ്രുള്ള തന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ലെബനീസ് രാഷ്ട്രീയത്തിൽ നസ്രുള്ള ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്നും അദ്ദേഹം മതപഠനത്തിനായിട്ട് ഇറാനിലേക്ക് നസ്രുള്ള പോയി. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യകേന്ദ്രമായ നജസിൽ വെച്ചായിരുന്നു ഹിസ്ബുള്ളയിലേക്കുള്ള നസ്രുള്ളയുടെ കാൽവെപ്പ്. നസ്രുള്ളയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നജസിൽ വെച്ചായിരുന്നു ഹസൻ നസ്രുള്ള മസൂമിയെ പരിചയപ്പെടുന്നത്. ഈ മസൂമി എന്ന് പറയുന്നത് ഇസ്ലാമിലെ തന്നെ പ്രശസ്തനായിട്ടൊരു മതപണ്ഡിതനായിരുന്നു. അദ്ദേഹമായിരുന്നു ഹിസ്ബുള്ളയിലേക്കുള്ള നസ്രുള്ളയുടെ ചുവടുവെപ്പിന് കാരണക്കാരനായ ഒരു വ്യക്തി. 1992 ബെയ്റൂട്ടിൽ നടന്ന ബോംബിങ്ങിൽ നസ്രുള്ളയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ബോംബിങ്ങിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിൽ കൂടുതലും ഈ അമേരിക്കയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികരായിരുന്നു. 1992 അബ്ദുൾ അബ്ബാസ് അൽ മുസാഫിയെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയതിനു ശേഷം ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ഹസൻ നസ്രുള്ള. അങ്ങനെ 1992 മുതൽ ലെബനോണിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സൈനിക ശക്തിയുടെ തലവനായി ഹസൻ നസ്രുള്ള വാണു. ലെബനോണിലെ മാത്രമല്ല പശ്ചിമേഷ്യയിലെയും ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഹസൻ നസ്രുള്ള കണക്കാക്കപ്പെട്ടു. ലെബനോണിലെ 2018 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹിസ്ബുള്ള ശക്തമായ വിജയം നേടിയിരുന്നു. നസ്രുള്ളയുടെ നേതൃത്വത്തിൽ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സൈനിക ശക്തി ഗണ്യമായിട്ട് വർദ്ധിക്കുകയുണ്ടായി. 2021 ഒരു പ്രസംഗത്തിൽ നസ്രുള്ള പറഞ്ഞ ഒന്നാണ് ഹിസ്ബുള്ളയ്ക്ക് 100,000 പോരാളികൾ ഉണ്ടെന്നുള്ളത്. ഇക്കാര്യം നസ്രുള്ള അവകാശപ്പെട്ട ഒന്നാണ്. പക്ഷെ ഇന്ന് ഇസ്രയേൽ ആ പോരാളികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ ഒരു നോൺ സ്റ്റേറ്റ് സായുധ ഗ്രൂപ്പുകളിൽ ഒന്നായി ഹിസ്ബുള്ള മാറി.
ഹിസ്ബുള്ളയെ ലോകരാഷ്ട്രങ്ങൾ ഭീകരവാദി സംഘടനയായി കാണുമ്പോൾ അവിടെ ഹിസ്ബുള്ളയെ നേതൃത്വ സംഘടനയായി കാണുന്ന രണ്ട് രാജ്യങ്ങൾ ചൈനയും റഷ്യയുമായിരുന്നു. അതായത് US, UK, ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, അതുപോലെ തന്നെ ഈ ഗൾഫ് ആണെങ്കിലും അറബ് ലീഗിലെ മിക്ക രാജ്യങ്ങളും ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായാണ് കണ്ടിരുന്നത്. നസ്രുള്ളയുടെ സ്വാധീനം സൈനിക സംഘടനകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചു. ലെബനോണിലെ ഷിയ സമുദായക്കാർ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഈ നസ്രുള്ള. നസ്രുള്ളയുടെ കുട്ടിക്കാലം മുതലേ ഇസ്രയേലിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഹിസ്ബുള്ളയുടെ രൂപീകരിച്ചപ്പോൾ നസ്രുള്ളയുടെ ഒരു പ്രധാന ലക്ഷ്യവും ഇസ്രയേലിനെ വേട്ടയാടുക എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ്? ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ള ഇസ്രയേലിനെ തകർക്കണമെന്ന് മനസ്സിൽ കരുതുമ്പോൾ ഇസ്രയേൽ അതിനു മുൻപേ അത് കാണിച്ച് തെളിയിക്കും. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേരോടെ പിഴുതെറിയുന്നത് വരെ ഇസ്രയേൽ എന്ന രാജ്യത്തിന് യാതൊരു സമാധാനവും ഉണ്ടാകില്ല. ഇപ്പം ഗാസയുടെയും ഹമാസിന്റെയും അവസ്ഥ അതിന് ഉത്തമ ഒരു ഉദാഹരണം തന്നെയാണ്. ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ബാല്യകാലം മുതലേ സ്വപ്നം കണ്ടു നടന്ന ഹസൻ നസ്രുള്ളയുടെ ജീവൻ ഇല്ലാതാക്കാൻ ഇപ്പോൾ ഇസ്രയേലിന് സെക്കൻഡുകൾ മാത്രം മതിയായിരുന്നു. പലവട്ടം ഇസ്രയേലിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ട നസ്രുള്ളയ്ക്ക് ഇത്തവണ രക്ഷയില്ലായിരുന്നു. 2024 സെപ്റ്റംബർ 27 ഹസൻ നസ്രുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലൈവറെ ഇസ്രയേൽ ഇല്ലാതാക്കി. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.